യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ട്രംപുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്കായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യുഎസിലേക്ക്. ഫ്ലോറിഡയിൽ വെച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് സെലൻസ്കിയെ കാണുന്നത്. കൂടിക്കാഴ്ചയിൽ സമാധാന കരാറിലെ 20 ദിന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യും. ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നാറ്റോ, യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി സെലൻസ്കി ചർച്ച നടത്തി. എം ജി മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, അതിനിർണായകമായൊരു കൂടിക്കാഴ്ചയാണ്. ഈ 20 ദിന പദ്ധതി നിലവിൽ വരാനുള്ള സാധ്യതയുണ്ടോ? എന്തായിരിക്കും കൂടുതൽ ചർച്ചകൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ? അനുശ്രീ, ഈ നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെ കീവിൽ അതിശക്തമായ ആക്രമണം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച റഷ്യ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതിയെ അട്ടിമറിക്കാൻ യൂറോപ്യൻ യൂണിയനും ഒപ്പം തന്നെ വ്ളാഡിമിർ സെലൻസ്കിയും പദ്ധതി ഇടുന്നു എന്ന് ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ശനിയാഴ്ച മുതൽ കീവിനെ, തലസ്ഥാന നഗരിയായിട്ടുള്ള കീവിനെ ലക്ഷ്യമിട്ട് റഷ്യയുടെ ആക്രമണം ഉണ്ടാകുന്നത്. വലിയ ആക്രമണമാണ് പലയിടങ്ങളിലും സംഭവിക്കുന്നത്. ഇന്ന് പുലർച്ചെയും സമാനമായ രീതിയിൽ റഷ്യയുടെ ആക്രമണം ഉണ്ടാകുകയും ചെയ്തു. ഏകദേശം 40ഓളം മിസൈലുകളും 400ലധികം ഡ്രോണുകളുമായാണ് ഇത്തരത്തിലൊരു ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ പലയിടങ്ങളിലും കെട്ടിടങ്ങൾ തകരുകയും ഒപ്പം തന്നെ ഈ ഒരു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. 47 വയസ്സുള്ളൊരു വനിതയാണ് കൊല്ലപ്പെട്ടത്. 27 പേർക്ക് ഈ ഒരു ആക്രമണങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സ്ഥിതിവിശേഷം. അതിൽ 2 കുട്ടികളും അടങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പലയിടങ്ങളിലും വൈദ്യുതി നിലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതിന്റെ ഭാഗമായി പലയിടങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഈ ആക്രമണങ്ങളുടെ മുന്നോടിയായി, അതായത് വ്യോമപ്രതിരോധ സംവിധാനമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും തന്നെ നഗരത്തിന്റെ പലയിടങ്ങളിലും മിസൈലുകളും ഒപ്പം തന്നെ ഡ്രോണുകളും വന്ന് പതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ഈ ഡ്രോണുകളും ഒപ്പം തന്നെ മിസൈലുകളിലും ലോഞ്ച് ചെയ്തത് ഡിറ്റക്ട് ചെയ്തതിനെ തുടർന്ന് ഈ ബങ്കറുകളിലും ഒക്കെ അഭയം തേടാൻ സൈന്യം കർശനമായ നിർദ്ദേശം അവിടുത്തെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി സൈറൻ മുഴങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ബങ്കറുകൾ ജനങ്ങൾ അഭയം തേടുകയും ചെയ്തിരുന്നു. പക്ഷേ പലയിടങ്ങളിലേക്കും, അതായത് ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും തിരിച്ചറിയാനാകാത്ത തരത്തിൽ ആ റഡാറുകളെ ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് പലയിടങ്ങളിലും ഇത്തരത്തിൽ മിസൈലുകൾ വന്ന് പതുക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ഈ ആക്രമണം വലിയ രീതിയിൽ കീവിനെ ലക്ഷ്യമാക്കി തുടരുന്നൊരു രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അല്പസമയത്തിന് മുമ്പ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഒരു പ്രതികരണം വരികയും ചെയ്തു. അതായത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇത്തരത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നില്ല, ഈ സമാധാന ചർച്ചകൾക്ക് ഒരു തരത്തിലും റഷ്യ തയ്യാറല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ആക്രമണങ്ങൾ അതിനെ തന്നെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നുള്ളത് തന്നെയാണ് സെലൻസ്കി ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഫ്ലോറിഡയിലാണ് ഇത് സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകൾ നടക്കുന്നത്. അടുത്ത മാസം ജനുവരി 2ാം വാരത്തോടുകൂടി ഇത്തരത്തിൽ ഒരു സമാധാനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 20 ദിന കരാറിലെ ചില വ്യവസ്ഥകളുണ്ട്. അതിൽ കൂടുതൽ നമുക്കറിയാം, നേരത്തെ റഷ്യയ്ക്ക് അനുകൂലമായ രീതിയിലാണ് ഇത്തരത്തിൽ ഈ പദ്ധതികൾ മുന്നോട്ട് വെച്ചിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ വിഭാവനം ചെയ്തതെന്നുള്ള ആരോപണവുമായി യൂറോപ്യൻ യൂണിയൻ അടക്കവും ഒപ്പം തന്നെ വ്ളാഡിമിർ സെലൻസ്കി ഒക്കെ രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ പിന്നീട് ഇതിനോട് അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു പ്രതികരണം വ്ളാഡിമിർ സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതായത് സമാധാനം പുലരുന്നതിന് വേണ്ടിയുള്ള ഏത് നടപടിയും സ്വാഗതം ചെയ്യുമെന്ന് ഈ ട്രംപ് മുന്നോട്ട് വെച്ച ഈ പദ്ധതി അനുകൂലിച്ചുകൊണ്ട് സെലൻസ്കി തന്നെ രംഗത്ത് വരികയും ചെയ്തൊരു പശ്ചാത്തലം. പിന്നാലെ ഈ ഒരു വിഷയത്തിൽ റഷ്യ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതായത് ഏതൊരു വിഷയത്തിലും, അതായത് ഒരു സമാധാനമോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വ്ളാഡിമിർ പുടിന്റെ വാക്കായിരിക്കും അവസാന വാക്ക് എന്ന് റഷ്യ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. മധ്യസ്ഥ ചർച്ചകൾക്കായി വ്ളാഡിമിർ സെലൻസ്കി ഇന്ന് ഫ്ലോറിഡയിലെത്തും. വൈകിട്ടായിരിക്കും, ഒരുപക്ഷെ ഇന്ത്യൻ സമയം വൈകിട്ടോടു കൂടിയായിരിക്കും ഈ ഒരു ചർച്ചകൾക്ക് തുടക്കമാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെ വിഷയത്തിൽ, അതായത് ചില വിഷയങ്ങളിൽ ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ 20 ദിന പദ്ധതികളിൽ ചില കാര്യങ്ങളിൽ ചില വിയോജിപ്പ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ആ കാര്യങ്ങളിലൊക്കെ ഇന്നൊരു ചർച്ച ചെയ്ത തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെ അതിന് കല്ലുകടിയായി ഇപ്പോഴുണ്ടായിരിക്കുന്ന റഷ്യയുടെ ആക്രമണങ്ങളൊക്കെ ഏത് തരത്തിലായിരിക്കും ഈ ഒരു സമാധാന ചർച്ചകളെ ബാധിക്കാൻ പോകുന്നതെന്നും കൂടി കണ്ടറിയിട്ടിരിക്കുന്നു. അനുസരി. ശരി, എം ജി മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.
ഗാസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാളെ അമേരിക്കയിലേക്ക്. വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ച നിർണായക ചർച്ചയ്ക്കാണ് അമേരിക്കയിലെ ഫ്ലോറിഡ വേദിയാകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ചർച്ചയെ ആശ്രയിച്ചാകും ഗാസ വെടിനിർത്തലിന്റെ തുടർ നീക്കങ്ങൾ. ജനുവരിയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരണമെന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക. എന്നാൽ ഗാസയിലെ ഇടക്കാല സർക്കാർ, അന്താരാഷ്ട്ര സേനാ വിന്യാസം, ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ വ്യക്തത രൂപപ്പെടുത്താൻ ഇനിയുമായിട്ടില്ല.